ഹായ് എവരിവൺ, IIT എക്സാം 2025 ഫിസിക്സിൻ്റെ എക്സാം ഈ ഫെബ്രുവരി 2 കണ്ടക്ട് ചെയ്തിരുന്നു. അതിൻ്റെ റെസ്പോൺസ് ഷീറ്റ് എല്ലാവർക്കും ഫെബ്രുവരി 14 കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ റെസ്പോൺസ് ഷീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കേണ്ടത്. ആ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് നിങ്ങളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയും ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അപ്പോൾ റെസ്പോൺസ് ഷീറ്റും ഒഫീഷ്യൽ ആൻസർ കീയും ഒഫീഷ്യൽ ക്വസ്റ്റ്യൻ പേപ്പറും വെച്ചിട്ടാണ് നിങ്ങൾ കമ്പയർ ചെയ്യേണ്ടത്. അതായത് ഈ 3 സാധനങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് ഷീറ്റ് വെച്ചിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻസിൻ്റെ അതേ പാറ്റേണിലാവില്ല ഒഫീഷ്യൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻസും ഒഫീഷ്യൽ ക്വസ്റ്റ്യൻ പേപ്പറും കമ്പയർ ചെയ്തിട്ട് വേണം നിങ്ങൾ ആൻസർ കീയിലെ ഓരോന്നും നോക്കാൻ വേണ്ടിയിട്ട്. അത് നോക്കിയിട്ട് സ്കോർ കാൽക്കുലേറ്റ് ചെയ്യാണ് ആദ്യത്തെ ഡ്യൂട്ടി കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ചെയ്ത കുട്ടികൾ സേഫ് സ്കോറായിട്ട് ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ചെയ്യാത്ത ആളുകളാണെങ്കിൽ എത്രയും പെട്ടെന്ന് അതൊന്ന് കമ്പയർ ചെയ്ത് നിങ്ങളുടെ ആൻസേഴ്സ് എങ്ങനെയാണ്, ഈ ചലഞ്ചിങ്ങിന് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കേണ്ടതാണ്. ഇപ്പം നിലവിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ചലഞ്ചിങ് ആയിട്ടുള്ളത്. അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കി നോക്കുക. ഓക്കെ, ഇനി 2025 പേപ്പർ അനാലിസിസ് ആണ് നമ്മളിന്ന് ഇവിടെ ചെയ്യുന്നത്. ഫിസിക്സുകാരെ സംബന്ധിച്ചിടത്തോളം 7 സബ്ജക്റ്റുകളാണ് അല്ലേ. ഈ 7 സബ്ജക്റ്റിൽ നിന്ന് 100 മാർക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക. 100 മാർക്കായിരിക്കും ടോട്ടൽ എക്സാമിന് ഉണ്ടാവുക. അത് 3 സെക്ഷൻസ് ആണ്. എന്ത്? പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി. അതായത് MCQ ക്വസ്റ്റ്യൻസ് ഉണ്ട്, MSQ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ന്യൂമറിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാ സബ്ജക്റ്റും 7 സബ്ജക്റ്റിൽ നിന്നും വന്നിട്ടുണ്ടോ നമുക്കൊന്ന് നോക്കണം. ഏതൊക്കെ സബ്ജക്റ്റിൽ നിന്നാണ് കൂടുതൽ വന്നത്, ഏതെന്നാണ് കുറവ് വന്നത്. ഈ PYQs എടുത്ത് നോക്കുന്ന സമയത്ത്, അതായത് പഴയ കാലത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുന്ന സമയത്ത് ഏത് പേപ്പറിൽ നിന്നാണ് കൂടുതൽ ഇപ്രാവശ്യം വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് നോക്കി നോക്കാം. മാത്തമാറ്റിക്കൽ ഫിസിക്സ് ആകുമ്പോൾ പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ 1 മാർക്കിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസും 2 മാർക്കിൽ നിന്ന് 4 ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. എന്നാൽ പാർട്ട് ബിയിൽ 2 മാർക്കിൽ നിന്നൊന്നും വന്നിട്ടില്ല. 2 മാർക്കാണ് പാർട്ട് ബിയിൽ, അത് വന്നിട്ടില്ല. പക്ഷേ പാർട്ട് സിയിൽ 1 മാർക്കിൻ്റെ ഒന്നും വന്നിട്ടില്ല, 2 മാർക്കിൻ്റെ ഒരെണ്ണം വന്നിട്ടുണ്ട്. എന്നിട്ട് കമ്പാരിറ്റീവ്ലി 12 ആണ് ഉണ്ടായത്. കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണ്. PYQs അല്ലെങ്കിൽ പ്രീവിയസ് ഇയേഴ്സ് എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് കുറച്ച് കുറവായിട്ടാണ് കാണുന്നത്. ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം 1 മാർക്ക്, പാർട്ട് എയിൽ 1 മാർക്കിന് 3 എണ്ണം വന്നിട്ടുണ്ട്, 2 മാർക്കിന് 5 ക്വസ്റ്റ്യൻസാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 2 മാർക്ക് പാർട്ട് ബിയിൽ 2 മാർക്കാണല്ലോ, അതിന് 2 ക്വസ്റ്റ്യൻസും പാർട്ട് സിന്ന് ഓരോന്ന് വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്, 1 2 അങ്ങനെ ടോട്ടൽ 20 ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു കമ്പാരിസൺ എടുത്ത് നോക്കുമ്പോൾ 20 മാർക്ക് ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. സാധാരണ വരാത്ത ഒരു ഭാഗമാണ്, പക്ഷേ ഇപ്രാവശ്യം അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ ചെയ്ത് നിൽക്കുന്നുണ്ട്. അതുപോലെ മെക്കാനിക്സ് എന്ന് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പാർട്ട് എയിൽ 3 മാർക്കിന് വന്നിട്ടുണ്ട്, 2 മാർക്കിന് 3 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എടുക്കുമ്പോൾ പാർട്ട് സിയിൽ 2 എണ്ണം വന്നിട്ടുണ്ട്. അതുപോലെ എല്ലാത്തിലും വന്നിട്ടുണ്ട്, 1 വെച്ചിട്ട് 1 മാർക്കിന് എല്ലാ ഭാഗത്തുനിന്നും വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ മെക്കാനിക്സ് നിൽക്കുന്നുണ്ട്. ഓസിലേഷൻ ആൻഡ് വേവ്സും അതേപോലെ പാർട്ട് എയിൽ നിന്നും വന്നിട്ടുണ്ട്, പാർട്ട് ബിയിൽ നിന്നും വന്നു. പാർട്ട് ബിയിൽ 2 മാർക്കിന് 2 ചോദ്യം വന്നിട്ടുണ്ട്. പാർട്ട് എയിൽ 2 മാർക്കിന് 3 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പാർട്ട് സിയിൽ 2 മാർക്കിൻ്റെ 1 ചോദ്യം. അതായത് ഇപ്പം തന്നെ നോക്കി നോക്കുക, അത്യാവശ്യം ആയിട്ടുണ്ട് ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം. ബാക്കി എല്ലാ ഭാഗത്തുനിന്നും വന്നിട്ടുണ്ട്. അതായത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം ചില സബ്ജക്റ്റിന് കൂടി നിൽക്കുന്നുണ്ട്. കണ്ടു, ഇലക്ട്രിസിറ്റിയിൽ 5 എണ്ണം നിൽക്കുന്നുണ്ട്, മാത്തമാറ്റിക്കൽ 4 എണ്ണം നിൽക്കുന്നുണ്ട് അല്ലേ. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ ചെയ്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, 14 മാർക്കിനുണ്ട് എന്നാൽ അല്ലേ. അതുപോലെ കൈനറ്റിക് തിയറി 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നില്ല, 1 മാർക്കിൻ്റെ ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 2 മാർക്കിൻ്റെ ഭാഗത്ത് പാർട്ട് ബിയിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പാർട്ട് സിയിൽ 1 മാർക്കിൻ്റെ 2 ചോദ്യം, 2 മാർക്കിൻ്റെ 1 ക്വസ്റ്റ്യനോ 10 മാർക്കിനാണ് വന്നിട്ടുള്ളത്. മോഡേൺ ഫിസിക്സ് ആയ മോഡേൺ ഫിസിക്സിൽ എന്താ വെച്ചാൽ ആറ്റോമിക് ഉണ്ട്, സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഉണ്ട്, ന്യൂക്ലിയർ ഫിസിക്സ് ഉണ്ട്, ക്വാണ്ടം മെക്കാനിക്സ് ഉണ്ട്. ഈ 4 പേപ്പേഴ്സ് ഉണ്ട്. ആ 4 പേപ്പേഴ്സൊന്നും കൂടിയിട്ടാണ് നമുക്ക് ഇത്രയും മാർക്കിന് കേട്ടോ. അതായത് പാർട്ട് എയിൽ 1 മാർക്കിൽ നിന്ന് 2 ചോദ്യം, 2 മാർക്കിൽ നിന്ന് 4 ചോദ്യങ്ങളും. പാർട്ട് ബിയിൽ ഇല്ല, പക്ഷേ പാർട്ട് സിയിൽ 1 മാർക്കിൻ്റെ 2 ചോദ്യം, 2 മാർക്കിൻ്റെ 1 ക്വസ്റ്റ്യൻ ഉണ്ട്. അങ്ങനെ ടോട്ടൽ 14 ഉള്ളൂ. അതായത് 4 സബ്ജക്റ്റൊന്നും കൂടിയിട്ട് 14 മാർക്കിനേ ഉള്ളൂ. സോളിഡ് സ്റ്റേറ്റ് ആൻഡ് ഫിസിക്സ്, അതായത് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സും ഇലക്ട്രോണിക്സും, സോളിഡ് സ്റ്റേറ്റും ഇലക്ട്രോണിക്സും കൂടിയിട്ടാണ് കേട്ടോ. അതായത് 2 സബ്ജക്റ്റ് അല്ല, ഒന്നിച്ചുള്ളൊരു പേരല്ലേ നമുക്ക്, പക്ഷേ 2 കൂടിയിട്ട് 16 മാർക്കിനാണ് വന്നിരിക്കുന്നത്. അതായത് 1 മാർക്കിൻ്റെ 1 ക്വസ്റ്റ്യനാണ് പാർട്ട് എയിൽ, പക്ഷേ 2 മാർക്കിന് ഒന്നും വന്നിട്ടില്ല. പക്ഷേ പാർട്ട് ബിയിൽ 2 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പാർട്ട് സിയിൽ 1 മാർക്കിൻ്റെ 3 ചോദ്യം, 2 മാർക്കിൻ്റെ 3, ഈ ഈക്വൽ റേഷ്യോയിലാണ് പോയിരിക്കുന്നത്. കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ ഇപ്രാവശ്യം കൂടുതൽ ഇവരാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കണം. ഒന്ന് ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിക്സും സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സും ആണ് കുറച്ച് കൂടുതൽ. അതായത് വിചാരിച്ചതിനേക്കാളും കുറച്ച് കമ്പാരിറ്റീവിൽ കൂടി നിൽക്കുന്ന ആളുകൾ ഇവർ 2 പേരാണ്. പിന്നെ മെക്കാനിക്സ് കമ്പാരിറ്റീവിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുറച്ച് കുറവായിരുന്നു.
പക്ഷെ ഇപ്രാവശ്യം അത് കുറച്ച് കൂടുതൽ നിൽക്കുന്നുണ്ട്. മെക്കാനിക്സും ഓസിലേഷനും ഒക്കെ ഒരേ റേഞ്ചിലാണ് നിൽക്കുന്നത്, മോഡേൺ ഫിസിക്സൊക്കെ ഈ 3 പേപ്പേഴ്സും. ഓക്കെ, അപ്പോൾ തെർമോഡൈനാമിക്സിന് 10 ക്വസ്റ്റ്യൻസ്, മാത്തമാറ്റിക്കൽ കുറച്ച് കുറവാണ്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റിയും സോളിഡ് സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ സേഫ് സ്കോറിലായി എന്നാണ് അർത്ഥം. അതായത് നെഗറ്റീവ് ഒന്നും ഇല്ലാതെ, നെഗറ്റീവ് ആയാലും ഇപ്പോൾ 1-2 നെഗറ്റീവ് വന്നാലും സേഫ് സ്കോറിൽ നിൽക്കാനുള്ള മാർക്ക് ഇവിടെ തന്നെ ഉണ്ട്, 36 മാർക്കിനോളം ഉണ്ട്. നെഗറ്റീവ് ആയാലും ഒരു 20-22 മാർക്ക് അവിടെ നിന്ന് തന്നെ കവർ ചെയ്യാം. അത് 2 പേപ്പർ പഠിച്ച ആൾക്കാർക്ക് സുഖമായിരുന്നു കേട്ടോ. അപ്പോൾ കമ്പാരിറ്റീവ്ലി കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പേപ്പറാണ്. മോഡറേറ്റ് ടു ടഫ് എന്നാണ് എൻ്റെ ഒരു അനാലിസിസ്. ഞാനത് എന്തുകൊണ്ടാണ് പറയാൻ കാരണം വെച്ചാൽ ന്യൂമറിക്കൽ ബേസ്ഡ് ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു, കുഴപ്പമില്ലാത്ത രീതിയിൽ പോയിട്ടുണ്ട്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷേ MSQ MCQs എടുക്കുമ്പോഴായിരുന്നു ടഫ് കണ്ടിരുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻസൊക്കെ ഈസി ആയിട്ട് വരും, പക്ഷേ അവസാനത്തിലേക്ക് എത്തുമ്പോഴേക്കും ടഫ് എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അതായത് ഒന്ന് ആലോചിച്ച് അപ്ലൈ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് അതിലുള്ളത്. MSQ ആയാലും MCQ ആയാലും അത് രണ്ടും കുറച്ച് ടഫായിട്ട് തോന്നും. ന്യൂമറിക്കലി എല്ലാവർക്കും ഒരുവിധം ബേസിക് കോൺസെപ്റ്റും ഇക്വേഷൻസ് അറിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഈ എക്സാമിന് പെട്ടെന്ന് പിക്ക് ചെയ്ത്, അതായത് ഒരു 10 മാർക്ക് കണ്ണടച്ച് വാങ്ങാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതായത് വർക്കൗട്ട് ചെയ്യാതെ തന്നെ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതാണ് ആൻസർ, ഇത് ഇങ്ങനെ കൊടുക്കാൻ പറ്റും എന്നുള്ളത് ഒരു വിത്തിൻ 1 മിനിറ്റ് കൊണ്ട്, അല്ലെങ്കിൽ 1 മിനിറ്റും കൂടി വേണ്ട, അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. കൺഫ്യൂഷൻസ് ഇല്ലാതെ തിയറി ബേസ്ഡ് മാത്രമായിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു: കൺസിഡർ ദ വോളിയം എൻക്ലോസ്ഡ് ബൈ എ ക്ലോസ്ഡ് സർഫസ് ഹാവിംഗ് യൂണിറ്റ് സർഫസ് നോർമൽ എൻ ക്യാപ്പ് ഫോർ R equal to xi plus yj plus zk. ദ വാല്യൂ ഓഫ് സർഫസ് ഇൻ്റഗ്രൽ, അതായത് സർഫസ് ഇൻ്റഗ്രലാണ് കണ്ടുപിടിക്കേണ്ടത്, വോളിയം ഇൻ്റഗ്രൽ തന്നിട്ട് അല്ലേ. അപ്പോൾ ഇതൊരു വോളിയം ഇൻ്റഗ്രൽ ആയിട്ട് കണക്കാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പ്രോബ്ലം ചെയ്യാറുണ്ട്. വോളിയം ഇൻ്റഗ്രലിൻ്റെ പ്രോബ്ലം നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ ഇവർ ചോദിച്ചിരിക്കുന്നത് വാല്യൂ ഓഫ് സർഫസ് ഇൻ്റഗ്രൽ കാണാനാണ്. അപ്പോൾ നമുക്ക് എന്താണോ തിയറംസ്, ആ തിയറംസ് 3 തിയറംസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം പൊസിഷൻ വെക്ടറാണ്. അപ്പോൾ 1 + 1 + 3 3v ഇടുന്നു. പിന്നെ പുറത്തൊരു 1/9 ഉണ്ട്, അപ്പോൾ ക്യാൻസൽ ചെയ്യാവുന്നതേ ഉള്ളൂ, ക്യാൻസൽ ചെയ്തിട്ട് ആൻസർ എഴുതാവുന്നതേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ മോഡേൺ ഫിസിക്സ് എന്നാണ്. ഇത് മിക്ക ആളുകളും കണ്ട് പരിചയമുള്ള ഒരു സാധനമാണ്. ഫോർ എ നോൺ റിലേറ്റിവിറ്റി ഫ്രീ പാർട്ടിക്കിൾ ദ റേഷ്യോ ഫേസ് വെലോസിറ്റി ടു ഗ്രൂപ്പ് വെലോസിറ്റി ഈസ്. അതായത് ഫേസ് വെലോസിറ്റിയുടെയും ഗ്രൂപ്പ് വെലോസിറ്റിയുടെയും എന്താ റേഷ്യോ ചോദിച്ചിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേസിക് ആയിട്ടുള്ള ഇക്വേഷനാണ്. അതായത് നമ്മുടെ എനർജിയുടെ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെലോസിറ്റി പാർട്ടിക്കിൾ ഇട്ടിട്ട് ചെയ്യാവുന്ന ഒരു ഇക്വേഷനാണ്. Vg/Vp = എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാറുള്ളതാണ് അല്ലേ. അപ്പോൾ Vg/Vp = 2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇക്വേഷൻ തന്നെ പലപ്പോഴും പഠിക്കാറുണ്ട് റിലേറ്റിവിറ്റിയിൽ. അപ്പോൾ ഒന്നെങ്കിൽ ആ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് ഡയറക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ: എ വെഡ്ജ് ഷേപ്ഡ് തിൻ ഫിലിം ഈസ് ഫോംഡ് യൂസിങ് സോപ്പ് വാട്ടർ സൊല്യൂഷൻ. ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫിലിം ഈസ് 1.25 അറ്റ് ദ നിയർ നോർമൽ ഇൻസിഡൻറ്റ് when the film is illuminated by monochromatic wavelength 600 nanometer and 10 interference fringes per are observed. The wedge angle in radian is 10⁻⁵ integer. ഇതും ഡയറക്റ്റ് ഇക്വേഷൻ, തിൻ ഫിലിമിൻ്റെ ഒക്കെ ഇൻ്റർഫറൻസിൻ്റെയും കാര്യങ്ങൾ അറിയിച്ച ഇക്വേഷൻസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതായത് പെട്ടെന്നല്ല, എന്നാലും ആ കോൺസെപ്റ്റ് വെച്ചിട്ട് മാക്സിമം എവിടെയാണ് മിനിമം എവിടെയാണ് എന്നുള്ള കോൺസെപ്റ്റുകളും കാര്യങ്ങളൊക്കെ പഠിച്ച ഒരാൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ ക്വസ്റ്റ്യൻ. അതുപോലെ a Cartesian coordinate consider function u of x, y half x² - y² and v of x, y equal to xy. r theta is a polar coordinate. ജാക്കോബിയൻ കണ്ടുപിടിക്കാനാണ്. ജാക്കോബിയൻ ഡയറക്റ്റ് ജാക്കോബിയൻ ഇട്ട് ചെയ്യാവുന്ന ചോദ്യമാണ്. ജാക്കോബിയൻ പ്രോപ്പർട്ടി അറിഞ്ഞു വെച്ചാൽ ഡിറ്റർമിനിൽ ഇട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആറിൻ്റെ വാല്യൂ കിട്ടുന്നതാണ് കേട്ടോ. അതായത് ഇതിൽ സൈൻ തീറ്റയുടെ വാല്യൂ കോസ് തീറ്റയുടെ വാല്യൂ ഒക്കെ വന്ന് 1 ആയിപ്പോയി r³ എന്നുള്ള രീതിയിൽ ആൻസർ കിട്ടുന്നതാണ്. ഇത് ആ പ്രോപ്പർട്ടി വെച്ച് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഗേറ്റ്, ഗേറ്റിൻ്റെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഔട്ട്പുട്ടാണ് ചോദിച്ചിട്ടുള്ളൂ. പിയും ക്യൂ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് തന്നിട്ട് y എന്ന ഔട്ട്പുട്ടാണ് അവർ ചോദിച്ചത്. അപ്പോൾ ഗേറ്റിൽ ബൂളിയൻ അറിയിച്ചാൽ ഇവിടെ 1 ഇട്ട് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, അതേപോലെ 1 0 ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ എന്താ ഉണ്ടാവുക, അതിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കെന്താ y എന്ന ഔട്ട്പുട്ട് 0 കിട്ടുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. ഇതും അതെ, ഒരു ബേസിക് നോളേജ് വെച്ചിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിലാണ് ഇത്രയും എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്നുള്ളത് മനസ്സിൽ വിചാരിച്ചിരുന്നില്ല, പക്ഷേ ഭയങ്കര എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇത് എ ബോഡി സെൻറ്റർഡ് ക്യൂബിക് സിസ്റ്റം എക്സ്റേ ഡൈഫ്രാക്ഷൻ പീക്സ് ആർ ഒബ്സർവ് ഫോർ ദി ഫോളോയിങ് x² k² + l². അതായത് ഈ ബോഡി സെൻറ്റർ ക്യൂബിക് ആവുമ്പോൾ എക്സ്റേ ഡൈഫ്രാക്ഷൻ പീക്ക് കാണുമ്പോൾ ഇതിലേതൊക്കെയാണ് സാറ്റിസ്ഫൈഡ് ആവണേ. നമുക്കറിയാം ഈവൻ നമ്പർ ആണ് ബോഡി സെൻറ്ററിന്.
ആ പീക്കുകളുടെ ഒരു ഐഡിയ ഉണ്ടായാൽ മതി. ആദ്യത്തെ പീക്ക് ചെയ്ത് രണ്ടാമത്തെ പീക്ക് അതായത് 300, 211 അങ്ങനെ പീക്കുകളുടെ ഒരു ഓർഡർ മനസ്സിലുണ്ടെങ്കിൽ അതിൽ ഈവൻ നമ്പർ വരുന്നതാണ് നമ്മൾ BCC ആയിട്ട് എടുക്കാറുള്ളത് അല്ലേ. ആ ഈവൻ നമ്പർ ഏത് വരുന്നു ആ BCC ആയിട്ടുള്ളത് എടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ചെയ്യാവുന്നതുണ്ടായിരുന്നുള്ളൂ കേട്ടോ. കുറച്ച് കളക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ ആ പ്ലെയിനുകളുടെ എണ്ണം നമുക്കറിയാം. ഒരു 5-6 പ്ലെയിൻ എടുത്തിട്ട് അത് കൂട്ടുന്ന സമയത്ത് അതിൽ ഈവൻ നമ്പർ വരുന്നത് ഇതിലേതെങ്കിലും ഒന്നായിരിക്കും. ആ ഒരെണ്ണത്തിന് എടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അടുത്തത് എ ചാർജ് ക്യൂ ഈസ് പ്ലേസ്ഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ബേസ് ഓഫ് സ്ക്വയർ പിരമിഡ്. ഒരു പിരമിഡാണ്, അതിൻ്റെ സെൻറ്ററിലാണ് ചാർജ് വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ ഫ്ലക്സ് കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഗോസസിലോ പഠിക്കുന്നത് എന്തുതന്നെയാണ്, ഒരു ചാർജിനെ എൻക്ലോസ് ചെയ്യണം അല്ലേ. ആ ചാർജിനെ എൻക്ലോസ് ചെയ്യണം. ഇപ്പോൾ ഈ ചാർജ് സെൻറ്ററിലായിരിക്കുന്നത്, ആ ചാർജിനെ എൻക്ലോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിനെ ക്ലോസ്ഡ് ആക്കണം. അപ്പോൾ താഴത്തേക്ക് ഒരു പിരമിഡ് വേണം. അപ്പോൾ 2 പിരമിഡ് ഉണ്ട്, ഒരു പിരമിഡ് 4 വശങ്ങളാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ Q/8ε0. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ഒരു നമ്മൾ ക്യൂബിൻ്റെയും അതിൻ്റെയൊക്കെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ അതിൽ യൂസ് ചെയ്യുന്നതാണ്. ഇതുപോലെ സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് വന്നിട്ടുണ്ട്, ഒരെണ്ണം കൂടി വന്നിട്ടുണ്ട്. അതായത് ഇൻ്റർപ്ലാനാർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് തോന്നുന്നു, കുറച്ച് വാല്യൂസുകൾ തന്നിട്ട്. അതുപോലെ തന്നെ സെനാഡയോഡിൻ്റെ ഒരു പ്രോബ്ലം, ക്ലപ്പേഴ്സിൻ്റെ ഒരു പ്രോബ്ലം, ക്ലപ്പേഴ്സിൻ്റെ അല്ല സെൻട്രൽ ഫോഴ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇലക്ട്രോ ഡൈനാമിക്സ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ലീനിയർ ഡയലക്ട്രിക്സിൻ്റെ ഇക്വേഷൻ ചോദിച്ചിട്ട് ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒരു 10 ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് 10 പോരാ, 10-12 എണ്ണം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ബാക്കിയൊക്കെ എന്താ ചെയ്ത് ഫലിപ്പിച്ച് കൊണ്ടുവരണം. ഒരു ഗ്രാഫിക്കലൊക്കെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഗ്രാഫ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ചിന്തിച്ച് ചെയ്യുകയാണെങ്കിൽ സമയമെടുത്ത് ചെയ്യാവുന്ന പ്രോബ്ലംസ് ഉണ്ടില്ല എന്നല്ല. പക്ഷേ ഇതേപോലെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ലെൻസിൻ്റെ ഒരു ലെൻസ് ഫോർമുല വെച്ചിട്ട് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതൊക്കെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത്ര ടഫ് എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ചില ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോഡറേറ്റ് ടു ടഫ് എന്നുള്ള രീതിയിൽ നമുക്കതിനെ മാറ്റാൻ പറ്റും. അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏകദേശം എനിക്ക് തോന്നുന്നത് മോഡറേറ്റ് ടു ടഫ് എന്നുള്ളത് ഒരു 75% കുട്ടികൾ മോഡറേറ്റ് ടു ടഫ് എന്നുള്ള രീതിയിൽ തന്നെയാവും കണക്കാക്കിയിട്ടുണ്ടാവുക. ഈ മോഡറേറ്റ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമുക്ക് മോഡറേറ്റ് എന്ന് പറയാം, ചില ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ടഫ് എന്ന് പറയാം. അപ്പോൾ മോഡറേറ്റ് ടു ടഫ് എന്നുള്ള രീതിയിൽ നിങ്ങൾ കണക്കാക്കിയാൽ മതി. പിന്നെ ഇപ്പോൾ നിങ്ങൾ ഓരോന്ന് വർക്കൗട്ട് ചെയ്യുമ്പോൾ തോന്നുന്നുണ്ടാവും ഇത് എളുപ്പമായിരുന്നല്ലോ എന്നുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ആ സമയത്തുള്ളൊരു പ്രശ്നമാണ് ടഫ് എന്നുള്ളത്. പക്ഷേ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് വളരെ ചില സ്റ്റെപ്പൊക്കെ വരുമ്പോഴാണ് സ്റ്റോപ്പായി പോകുന്നത്. അതുകൊണ്ടാണ് ചില ക്വസ്റ്റ്യൻസ് ടഫായിട്ട് തോന്നുന്നത് നമുക്ക്. അപ്പോൾ അത് MCQ സെക്ഷനിലാണ് കൂടുതൽ പ്രോബ്ലം വന്നിട്ടുണ്ടായിരുന്നത്. ന്യൂമറിക്കലൊക്കെ വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ്, സാധാരണ ന്യൂമറിക്കലാണ് എല്ലാവർക്കും ടെൻഷൻ ആവും. ഇത് ന്യൂമറിക്കലൊക്കെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ MCQ വന്നപ്പോഴാണ് കുറച്ച് ടഫായിട്ട് എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് മോഡറേറ്റ് ടു ടഫ് എന്നുള്ള രീതിയിൽ നമുക്ക് കണക്കാക്കാം. ഇനി ഇവിടെ നിങ്ങളുള്ള ജാമിൻ്റെ എക്സാംസിൻ്റെ ഒക്കെ ഒരു പാറ്റേൺ എന്ന് പറയുന്നതും ഈ ലെവലിൽ തന്നെയായിരിക്കും. അപ്പോൾ എവിടെയാണ് പേപ്പറിൻ്റെ വെയിറ്റേജ് കൂടുതൽ, അല്ലെങ്കിൽ ഏത് പേപ്പറിനാണ് കൂടുതൽ വെയിറ്റേജ് നോക്കി അത് പഠിക്കുന്നതായിരിക്കും ഉചിതം. അപ്പോൾ 1, 2, 3 പേപ്പർ പഠിച്ചാലും ഈ ഒരു അനാലിസിസ് പ്രകാരം നിങ്ങൾക്ക് മനസ്സിലായൊരു കാര്യം എന്താ വെച്ചാൽ, ഏതെങ്കിലും ഒരു 3 പേപ്പർ ഫോക്കസ് ചെയ്ത് പഠിച്ചാലും നിങ്ങൾ സേഫ് സ്കോറാണ്. ഇപ്പോൾ ഒരാൾ ഇപ്പോൾ പോയ ആളുകളിൽ ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിക്സും അതുപോലെ തന്നെ സോളിഡ് സ്റ്റേറ്റും മോഡേണും ഓസിലേഷനും പഠിച്ചിട്ടുള്ളൂ, അതേ അറിയുള്ളൂ വെച്ചാലും സേഫ് സ്കോറിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റ് നല്ല തറായിരിക്കുക. അതായത് 5 സബ്ജക്റ്റേ പഠിക്കുന്നുള്ളൂ വെച്ചാൽ ആ 5 സബ്ജക്റ്റിൽ നിന്ന് നമ്മൾ എപ്പോഴും ബ്രഷപ്പ് ചെയ്ത് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാവുന്ന രീതിയിലായാലും നമുക്ക് നല്ല സ്കോറിൽ എത്താൻ പറ്റും, ഒരു ടോപ്പ് റാങ്കിലൊക്കെ എത്താൻ പറ്റും നമുക്ക്. പക്ഷേ ആ സബ്ജക്റ്റ് നമ്മൾ നല്ല ക്ലിയർ ആയിരിക്കണം എന്ന് മാത്രം. കാരണം വെയിറ്റേജ് വെച്ച് നോക്കുമ്പോൾ 2 മാർക്കിൻ്റെയൊക്കെ 5 ക്വസ്റ്റ്യൻസ് ഒക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം പഠിച്ച കുട്ടികൾക്ക് ഭയങ്കര പ്ലസ് പോയിൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെ സോളിഡ് സ്റ്റേറ്റും ഇലക്ട്രോണിക്സും പഠിച്ച കുട്ടികൾക്ക് ഈ ഒരു മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്ലസ് പോയിൻ്റ് ആണ് അല്ലേ. 16ഉം 20ഉം പറയുമ്പോൾ 36 മാർക്ക് തന്നെ അവിടെ കിട്ടി. എത്ര നെഗറ്റീവ് ആയാലും ഒരു 20ന് താഴെ പോവില്ല അത്യാവശ്യം പഠിച്ചൊരു കുട്ടികൾക്ക്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഇനി ഇവിടെ നിങ്ങളുടെ വെയിറ്റേജ് ഉള്ള കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കി കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ നല്ല ബൂസ്റ്റ് ചെയ്യാൻ പറ്റും, റാങ്ക് നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. എപ്പോഴും ബ്രഷപ്പ് ചെയ്ത് വരിക, എപ്പോഴും ഒരു അനാലിസിസ് ഉണ്ടാവുക നിങ്ങളുടെ മനസ്സിൽ, ഇന്ന ഭാഗത്താണ് കൂടുതൽ വെയിറ്റേജ്, കമ്പാരിറ്റീവ്ലി ഇത്ര കൂടുതലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം, അപ്പോൾ ആ പേപ്പറിൽ നിന്ന് കുറച്ചുകൂടി കൂടുതൽ പഠിക്കട്ടെ. അടുത്ത പ്രാവശ്യം ഇലക്ട്രിസിറ്റിന്ന് ആകെ 5 ചോദ്യം 6 ചോദ്യം അല്ലെങ്കിൽ ഒരു 10 മാർക്കിൻ്റെ ക്വസ്റ്റിനേ വരുള്ളൂ. പക്ഷെ അത് നമുക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റും. ഒരു പേപ്പറിൻ്റെ വെയിറ്റേജ് അനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നല്ല റാങ്ക് വാങ്ങാൻ പറ്റും. ഓക്കെ, അപ്പോൾ പേപ്പറിൻ്റെ ഒരു അനാലിസിസ് പ്രകാരം മോഡറേറ്റ് ടഫ് എന്നുള്ള രീതിയിൽ നമുക്ക് കണക്കാക്കാം. പക്ഷേ അത് ചില ഏരിയാസിൽ മാത്രമേ ഞാൻ പറയുള്ളൂ, ചില ഏരിയാസിൽ ഈസി ആയിരുന്നു. ഓക്കെ.